ഇന്നൊരു ഈവനിംഗ് വ്ലോഗ് ആയാലോ? അമേരിക്കയില് വാക്കിങ്ങിന് പോയാല് സ്റ്റെപ്സാണ് കൗണ്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നാട്ടിൽ അങ്ങനെയല്ല എന്നായിരിക്കും ചോദിക്കാൻ പോണത്. നാട്ടിലും നമുക്കറിയാം ഇതൊരു കാർഡിയോ എക്സർസൈസ് ആണെന്നും കലോറി ബേൺ ചെയ്യാനുള്ള പരിപാടിയാണെന്നും ഒക്കെ അറിയാമെങ്കിലും നമുക്ക് സ്റ്റെപ്പ് കൗണ്ടിനേക്കാളും പ്രധാനം എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് സ്റ്റോറീസിൻ്റെ കൗണ്ടാണ്. നമുക്ക് കിട്ടുന്ന ആളുകളുടെ ഗ്യാങ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ട്സിൻ്റെയും ഫാമിലീസിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഒക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ ന്യൂസ് കളക്ഷനുള്ള ഒരു ഇടം കൂടിയാണ് ഇങ്ങനെയുള്ള നടക്കാനുള്ള പൊതുസ്ഥലങ്ങൾ. പക്ഷേ ഇവിടത്തെ കാര്യം അങ്ങനെയല്ല. ഒറ്റയ്ക്ക് ചെവിയിൽ ഹെഡ്സെറ്റും വെച്ച് ശാന്തസുന്ദരമായിട്ട് ബ്രിസ്ക് വാക്കിങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് റണ്ണിങ്ങോ അതുമല്ലാന്നാണെങ്കിൽ എക്സസൈസ് ചെയ്യാനോ ഒക്കെ അവർ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വിൻ്റർ സീസൺ ആകുമ്പോൾ പൊതുവേ നമുക്ക് മെൻ്റലിയും ഫിസിക്കലിയും നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുകയില്ല. നമുക്ക് എക്സസൈസ് ഒന്നുമില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, ആളുകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ പൊതുവെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേട്ടോ, ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് തന്നെ ഇവിടെ വളരെയധികം ഒരു ഡള്ളായിട്ടുള്ളൊരു ഫീലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി തെളിച്ചം കാണുമ്പോൾ തന്നെ ചാടി ഇറങ്ങും നടക്കാനായിട്ട്. ഇതാണ് വീടിൻ്റെ അടുത്തുള്ള ആ പാർക്ക്. ലിറ്റിൽ മൾബറി പാർക്ക് എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. ഈ പാർക്ക് വെറും 890 ഏക്കർ, അതായത് ഏകദേശം 900 ഏക്കേഴ്സിൽ ഇങ്ങനെ പരന്ന് കിടക്കാണ്, അല്ലെങ്കിൽ വട്ടത്തിൽ കിടക്കാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയും വലിയൊരു പാർക്കായതുകൊണ്ട് തന്നെ ഒത്തിരി ആളുകൾ അവിടെ നടക്കാൻ വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ആളുകളൊക്കെ മുട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റൂലാന്ന്. പക്ഷേ എത്ര അധികം ആളുകൾ വന്നാലും നമുക്ക് ആ നടക്കുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആളുകളൊക്കെ നമ്മൾ മീറ്റ് ചെയ്യാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും വിശാലമാണ്. 15 ട്രെയിലുകളിലായിട്ട് നമുക്ക് നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ ഒരു ഡാമിന് ചുറ്റുമാണ് നമ്മൾ നടക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആ ഭാഗത്തൂടെ പോകുമ്പോഴുണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഒരു ക്യാൻവാസ് പെയിൻറ് ചെയ്ത പോലെയാണ്. ഇന്നലത്തെ ദിനം ഞാൻ നടന്നപ്പോൾ സത്യത്തിൽ ബേസിക്കലി ഞങ്ങൾ കുറച്ച് വൈകിപ്പോയി. ഒരു മങ്ങിയ ദിവസവുമായിരുന്നു കേട്ടോ. നല്ല ബ്രൈറ്റൺ ആയിട്ടുള്ള ഡേ ഒന്നും ആയിരുന്നില്ല. എന്തായാലും അധികം ഭംഗി ഇതിൽ വന്നിട്ടില്ല. ഞാൻ പല കാലഘട്ടങ്ങളിൽ ഈ ഏരിയയിൽ എടുത്ത ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. ഇത് വൈകാനുള്ള കാരണം ഇതാണ്. ഈ ഒരു സംഭവം ഞാൻ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരണം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും റെഡിയായില്ല. അവസാനം ഇവിടെ തന്നെ ഇങ്ങനൊരു സംഭവം കണ്ടു കിട്ടിയപ്പോൾ ഉണ്ടല്ലോ വളരെ ഹാപ്പിയായി. വേറൊന്നുമല്ല ഇത്. അത് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഒരു യൂണിവേഴ്സൽ റിംഗാണ് കേട്ടോ. അതായത് എൻ്റെ ഗ്യാസ് അടുപ്പ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റായിട്ടുള്ള പാത്രം വെക്കാൻ മാത്രമേ പറ്റുള്ളായിരുന്നു. നമ്മുടെ ചീനച്ചട്ടികളോ മൺചട്ടികളോ അല്ലെങ്കിൽ വെള്ളയപ്പച്ചട്ടികളോ ഒന്നും തന്നെ അതിന് പറ്റില്ലായിരുന്നു. ചരിച്ചു വെക്കേണ്ടതായിട്ട് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ ഒരു സംഭവം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് 2.5 വർഷമായിട്ട് മൺചട്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതിലൊരു മീൻകറി വെക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഒരു സാധനം കണ്ട് കിട്ടുക എന്ന് പറഞ്ഞത് വളരെ വലിയൊരു ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ. ആദ്യമേ തന്നെ ഞാൻ ഇന്ന് ഒരു പൈനാപ്പിളിൻ്റെ ഒരു അച്ചാറുണ്ടാക്കി. മൺചട്ടിയിലാണ് റെഡിയാക്കിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സൈരീസ് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നല്ല വൃത്തിക്ക് അമേരിക്കൻ ലൈഫും കേരള ലൈഫും തമ്മിലുള്ള കമ്പാരിസണൊക്കെ പാർക്കിൽ ഒരു ക്ഷണിക്കപ്പെടാത്ത അല്ലെങ്കിൽ അവരുടെ ഒരു സാമ്രാജ്യത്തിൽ നമ്മളാണ് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയായിട്ട് ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് വേറൊരാളെയും കണ്ടു കേട്ടോ. ഇയാളെ കണ്ടോ? അടിപൊളിയാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് ഡോഗ് ട്രെയിനിങ്ങിൻ്റെ ആളുകളായതുകൊണ്ടാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിങ്ങനെയല്ല. ഇവിടെ ഏത് പട്ടികളാണെങ്കിലും അവർക്കൊരു രാജകീയ ട്രീറ്റ്മെൻറ്റാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ മനുഷ്യർക്ക് കിട്ടുന്നതിനേക്കാളും എത്രയോ കെയറിങ്ങാണ് ഇതുപോലുള്ള പെറ്റ്സിന്. പട്ടീന്ന് പോലും ഇവർ പറയില്ല. ശരിക്കും പെറ്റെന്ന് പറയുന്നതാണ് ഇവരുടെ ഇതിൽ ഏറ്റവും ശരിക്കും ബെസ്റ്റായിട്ടുള്ള ഒരു സംഭവം കേട്ടോ. പിന്നെ എന്താ, ഇന്ന് മറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അതെല്ലാം ഞാൻ പറയാം കേട്ടോ. ഈ സംഭവം കിട്ടിയതോടുകൂടി ഞാനിന്ന് പൈനാപ്പിളിൻ്റെ സംഭവം റെഡിയാക്കി എന്ന് പറഞ്ഞല്ലോ, അച്ചാർ റെഡിയാക്കി. അപ്പോൾ ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇടയ്ക്ക് ഒന്ന് കഴുകി വെക്കാറുണ്ടെങ്കിലും അത് ചട്ടിയിൽ ഓയിലുള്ളത് കൊണ്ട് തന്നെ, ഓയിൽ പുരട്ടി വെച്ചേക്കുന്നത് തന്നെ പൂപ്പലുണ്ടാവും. അപ്പോൾ നന്നായിട്ട് തേച്ചൊരച്ച് കഴുകി തിളച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒഴിച്ചു വെച്ചു. കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചു. എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ എടുത്തത്. ഇനിയിപ്പോൾ ഈ ചട്ടി
കഴിയുമ്പോഴത്തേക്ക് ഇനി റെസ്റ്റ് ഉണ്ടാവില്ല. മീൻ കറിയായിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ ഈ ഒരു മൺചട്ടി എനിക്ക് പ്രത്യേകമായിട്ട് ചെമ്മീൻ മാത്രം വെക്കാനായിട്ട് ഒരെണ്ണമുണ്ടായിരുന്നു. പച്ചക്കറി വെക്കാനായിട്ട് ഒരെണ്ണമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മീൻ കറി വെക്കാൻ. അങ്ങനെ 3 രീതിയിലാണ് ഞാനങ്ങനെ ചെയ്തിരുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാണോ? അല്ലെങ്കിൽ ഒരേ ചീനച്ചട്ടി തന്നെയാണോ ഉപയോഗിക്കുന്നത്? നാട്ടിലൊരു വിന്താലു വെക്കാനായിട്ട് ഒരു സ്പെഷ്യലായിട്ടൊരു ഇതുപോലെ മൺചട്ടി ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണ് നാട്ടിൽ ഞാൻ പറയുന്നത് പോലെ തന്നെയാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. എന്തായാലും കമൻറ്റ് ചെയ്യണേ. നമ്മുടെ നാട്ടിലെ വിശേഷങ്ങൾ ഇവിടുത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ആ സീരീസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണം കേട്ടോ. ഇന്നത്തെ ദിവസം വളരെ സന്തോഷമായിരുന്നു. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചു. ഞാൻ വീണ്ടും വീണ്ടും അത് എൻഷുർ ചെയ്യണേണ്. ഒത്തിരി നാളായിട്ട് ഉപയോഗിക്കാതെ വെച്ചിരുന്നത് കൊണ്ട് അത് ഓക്കെ അല്ലേ എന്ന്. നമുക്ക് കുക്കിംഗൊക്കെ വളരെ എളുപ്പമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഫ്രിഡ്ജ് പറയണ അനുസരിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഹെൽത്തി ആയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് റിച്ചായി പോകും. പക്ഷേ ഇന്നത്തെ ദിനം ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഹെൽത്തി ആയിട്ടൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചില്ല എങ്കിൽ ആ വിൻ്ററിൽ കൂടിയ ആ വെയിറ്റെങ്കിലും ഒന്ന് കുറക്കാൻ ബാലൻസ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പണിയാണെന്ന്. നടക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകും എൻ്റെ ബോഡി സ്ട്രക്ചർ. ഞാൻ ആ വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായിരുന്നു. എൻ്റെ ബോഡി സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്കും ശരിക്കും പണ്ട് മുതലേ എന്നോട് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഞാനിങ്ങനെ നടുവ് കറക്റ്റല്ല വെക്കുന്നത്. നടുവ് കറക്റ്റ് വെച്ചാൽ തന്നെ എനിക്ക് കുറേ ആ വയറ് തള്ളി നിൽക്കണതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. എന്തായാലും ബ്രാ ബൾജിങ്ങും കുറച്ച് അവിടെ ഇവിടെയൊക്കെ കയറിയേക്കണ വെയിറ്റൊക്കെ ഒന്ന് കുറക്കണം. എവിടെ കയറിയ വെയിറ്റ് ആണെങ്കിലും ആദ്യം എൻ്റെ മുഖത്താണ് റിഫ്ലക്റ്റ് ആവുന്നത്. മുഖം കാണുമ്പോൾ ആളുകൾ ഉടനെ തന്നെ ചോദിക്കും, "ഓ ഇത്രയധികം വണ്ണം വെച്ചില്ലേ?" എന്നൊക്കെ ചോദിക്കും. സത്യം പറഞ്ഞാൽ എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് ആളുകൾ ഇവിടെ ജഡ്ജ്മെൻ്റലായിട്ട് ഒന്നും ചോദിക്കാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇതുപോലത്തെ ചോദ്യങ്ങളുള്ളപ്പോൾ പേടിച്ച് നമ്മൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാത്തതുകൊണ്ട് ഇച്ചിരി പണി. എല്ലാ ദിവസവും ഞാനിനി കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ കേട്ടോ.